ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് തന്നെ ഹോസ്പിറ്റലിൽ നിന്നാണ്. ആയുഷ്മാക്ക് ശ്വാസം മുട്ട് കൂടി അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ വന്നു. ആവി, ഇഞ്ചക്ഷൻ, ട്രിപ്പ് ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. കൂടെ വന്ന മാമയും ഓട്ടോ മാമയും കാണാനില്ല. കുറച്ച് കഴിഞ്ഞ് വീട്ടിൽ നിന്നും ഇന്ന് ഇറങ്ങിയാണ്. ഇന്ന് അടുത്തത് കോഴിക്കോട്, അവിടെ നിന്ന് നേരെ കിളിമാനൂർ. കോഴിക്കോട് പോകുന്ന വഴി അവിടെ ഒരു ബീച്ച് ഉണ്ടായിരുന്നു, അവിടെ ഇറങ്ങി. കടലുണ്ടി ബീച്ചാണ്. എടുക്കുകയും വേണ്ട, കയ്യും പിടിക്കേണ്ട, അതാ തുള്ളി തുള്ളി പോകുന്ന. ഇവിടെ പല ഭാഗത്തായിട്ട് ആളുകൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ട്. പല വീശുന്നതും കാണാം. മീനൊക്കെ അനങ്ങുന്നുണ്ട്. കുറച്ച് സമയം ഇവിടെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങി നേരെ കോഴിക്കോട് ബീച്ചിലാണ് പോയത്. കോഴിക്കോട് എത്തിയിട്ടുണ്ടേ. കറക്റ്റ് നട്ടുച്ച സമയത്താണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വന്ന വണ്ടി മിഠായി തെരുവിലോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അവിടെ പാർക്ക് ചെയ്തു. ഇനി ഇവിടുന്ന് ഒരു 4-5 ഓട്ടോയിൽ മിഠായി തെരുവിലോട്ട് പോകാനാണ് പ്ലാനിങ്. അങ്ങനെ മിഠായി തെരുവൊക്കെ കറങ്ങിക്കണ്ടു. പലരും പല വഴികളിലായി പിരിഞ്ഞു. പിന്നെ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ എല്ലാവരും വന്ന് തിരിച്ചെത്തുകയും ചെയ്തു. ബീച്ചിൽ നിന്ന് ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞ് നോക്കിയതാ. എൻ്റെ പൊന്നോ, ഒരു രക്ഷയുമില്ല, മൊരിഞ്ഞ വെയിൽ. കാപ്പാട് ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് എത്തിയത് കക്കാടം പൊയിൽ വ്യൂ പോയിന്റിലാണ്. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കാര്യമായിട്ട് ഒന്നും നടന്നില്ല. അങ്ങോട്ട് പോകുമ്പോൾ വെളിയിലോട്ട് നോക്കിയിരുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റ്. കക്കാടം പോയിലെത്തി. ഇവിടെ അടുത്ത് 3-4 സ്ഥലങ്ങളുണ്ട്. ഫോഗി മൗണ്ടെയിൻ പാർക്ക്, കക്കാടം പോയിൽ വ്യൂ പോയിന്റ്, അടുത്ത് കുരിശുമലയുണ്ട്. ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കുരിശുമലയുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓഫ് റോഡ് ഉണ്ട്. പിന്നെ സ്കൈവേ എന്ന് പറഞ്ഞ വേറൊരു പാർക്കുണ്ട്. അത് വെള്ളത്തിലൊക്കെയുള്ള. ഒരിടത്തും പോകാൻ പറ്റിയില്ല. ഫോഗി മൗണ്ടെയിനിൽ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. നമ്മൾ 5:30 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത്. അപ്പോൾ കയറാനുള്ള സമയമില്ല. പിന്നെ എൻട്രി ഫീസ് വരുന്നത് 800 രൂപയാണ്. അപ്പോൾ നമ്മൾ ആ ടൈമിൽ പോയി കയറി കഴിഞ്ഞാൽ നഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് അത് നടന്നില്ല. പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് തിരുക്കപ്പെട്ട് ഇറങ്ങി. പക്ഷെ വണ്ടി വഴിയിൽ വെച്ച് പണി തന്നു. വണ്ടിക്ക് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി ഒരു സൈഡ് ഒതുക്കി. ഭാഗ്യത്തിനടുത്ത് വീടും കടകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയുടെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് കയറി. വരുന്ന വഴിയിലൊരു ഹോട്ടൽ കണ്ട് അവിടെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. നല്ല മൊരിഞ്ഞ കോഴിയുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ മാർക്കറ്റിലോ പണി ഫുള്ള് ഗ്യാസ് ഭക്ഷണമൊക്കെ ആയി. അതുകൊണ്ട് തന്നെ നമ്മൾ കിളിമാനൂർ എത്തിയപ്പം ഏകദേശം 9 മണിയൊക്കെ ആയി. പിന്നെ കിളിമാനൂർ ആര്യാസിൽ കയറി ഫുഡും കഴിച്ച് വീട്ടിലെത്തി.